ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ബയോളജി പഠിക്കാൻ റെഡിയല്ലേ? നമ്മൾ ഓസ്മോസിസ് വരെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇല്ലേ, വീഡിയോസ് കണ്ടില്ലേ? 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബയോളജീൻ്റെ. അപ്പോൾ അതെല്ലാം പോയി കണ്ട് പഠിച്ച് സെറ്റായിട്ട് വേണം ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിവേ നമ്മൾ ഓസ്മോസിസ് വരെ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ പഠിക്കാം. എനിവേ അതിന് മുൻപ് നോക്കിയേ, അവരൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടേ. നിങ്ങൾ ഉണക്കമുന്തിരി കണ്ടിട്ടില്ലേ? അമ്മയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നതൊക്കെ എന്നിട്ട് നമ്മൾ കഴിക്കില്ലേ? ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിരിക്കണോ? ഞാനേ വാട്ട് ഹാപ്പൻസ് ടു റേസിൻസ് പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് വൈ ഫൈൻഡ് ഔട്ട്? യെസ്, ആ ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് എന്താണ് അതിന് സംഭവിക്കുക കണ്ടുപിടിക്കാൻ പറയാണ് അവർ. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ, ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? യെസ്, ആ മുന്തിരി അങ്ങ് വീർത്ത് വരില്ലേ? ദ റൈസിൻസ് സ്വെൽസ് ഔട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ പഠിച്ച സംഭവം കാരണം, ഓസ്മോസിസ് കാരണം സംഭവിക്കുന്നതാണ്. എന്താണ് ഓസ്മോസിസ്? കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കുറവ് വെള്ളമുള്ള സ്ഥലത്തിലോട്ട് വെള്ളം ഒഴുകി പോവില്ലേ? അപ്പോൾ എവിടെയാണ്? മുന്തിരിയിലാണോ വെള്ളമുള്ളത്? ഉണക്കമുന്തിരി കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ വെള്ളം ഉണ്ടോ? അത് ഡ്രൈ അല്ലേ? അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പം ആ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം എന്ത് ചെയ്യും? ഉണക്കമുന്തിരിയിലോട്ട് കയറിപ്പോവും. അങ്ങനെ ഉണക്കമുന്തിരിക്ക് വെള്ളം കിട്ടും. അങ്ങനെ ഉണക്കമുന്തിരി വീർത്ത് വരും. ക്ലിയർ? അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഓസ്മോസിസ് ആണെന്ന് പറയാൻ പറ്റണം. അപ്പം അമ്മോട് പറയാം, അമ്മയ്ക്ക് അറിയാം ഉണക്കമുന്തിരി എങ്ങനെ വീർക്കുന്നതെന്ന്. എങ്ങനെയാ? ഓസ്മോസിസ് കാരണമാണ്. പറയില്ലേ അമ്മോട്? ഓക്കെ, അപ്പോൾ നമ്മൾ അവിടം വരെ സെറ്റായിട്ട് പഠിച്ചുവേ. ക്ലിയർ അല്ലേ? യെസ്, ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. You have understood that water moves in and out of the cell through osmosis. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, വെള്ളം സെല്ലിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടൊക്കെ പോവും. എങ്ങനെ? ഓസ്മോസിസ് വഴി എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അതാണ് അവിടെ പറയുന്നത്. ഇനി ഒരു കുട്ടിയുടെ പടം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്താ കുട്ടി പറയുന്നത്? There are other factors besides water. How do they get in and out of the cell? അപ്പം ആ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കണത്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇപ്പം ഞാനിവിടെ വെള്ളത്തിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? വെള്ളം മാത്രമാണോ സെല്ലിൻ്റെ അകത്തോട്ടും പുറത്തോട്ടൊക്കെ പോകുന്നത്? വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ സെല്ലിൻ്റെ അകത്തോട്ടും അതുപോലെ സെല്ലിൽ നിന്ന് പുറത്തോട്ടൊക്കെ വരുന്നത്? അതൊരു ഡൗട്ടല്ലേ? യെസ്, അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം ഇനി അടുത്തത്. ഓക്കെ, ഡിഡ്ന്റ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഡൗട്ട്? Analyze illustration 1.5 according to the indicators and record the inference by identifying how the movement of oxygen takes place through plasma membrane. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ഓക്സിജൻ സെൽ മെംബ്രെയിനിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പഠിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ വെള്ളത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി ആരെ പറ്റിയാണ് പഠിക്കുന്നത്? ഓക്സിജനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കുന്നതിന് മുൻപേ അവരൊരു ഫിഗർ, ഒരു ചാർട്ടൊക്കെ പോലെ അല്ലേ? ആ ഒരു ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കിയിട്ട് എന്താ മനസ്സിലായേ? ഇവിടെ ഇതായിരുന്നു ആദ്യത്തെ ഏട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ്? ഇതിവിടെ പിങ്ക് കളറിൽ ബബിൾസ് വരച്ചിട്ടില്ലേ? അതെന്താണ്? അത് നമ്മുടെ ഓക്സിജനാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. യെസ്, ഓക്സിജൻ എന്താ സംഭവിച്ചത്? ഇതായിരുന്നു ആദ്യത്തെ ഫിഗർ. ഇതേപോലെയാണോ ഈ ഫിഗർ? അല്ല അല്ലേ? എന്താ സംഭവിച്ചത്? ഇവിടെ കൂടുതലുണ്ടായിരുന്നതൊക്കെ ഇങ്ങോട്ട് പോയി അല്ലേ? അങ്ങനെയല്ലേ ഈ ഫിഗറിൽ കാണുന്നത്? അപ്പോൾ കൂടുതലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് പഠിക്കാം എന്താണ് ഓക്സിജൻ മോളിക്യൂൾസ്, എന്താണെന്നല്ല, എങ്ങനെയാണ് ഓക്സിജൻ മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ കടന്നിട്ട് സെല്ലിനകത്തോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ആ ഫിഗർ നോക്കിയാൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഒന്നുകൂടെ ഞാൻ ആ പോയിന്റ് വായിച്ചിട്ട് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഡിഫറൻസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഇല്ലേ? നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയപ്പോൾ എന്താ? അളവിൽ വ്യത്യാസമില്ലേ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ? ഇവിടെ ഉണ്ടായിരുന്ന അളവാണോ ഇവിടെയുള്ളത്? അല്ല അല്ലേ? യെസ്, ഇവിടെയുള്ള അളവാണോ ഇവിടെയുള്ളത്? അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ട്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? മാറ്റം. യെസ്, ഡിഫറൻസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഇൻ ദ ഓക്സിജൻ മോളിക്യൂൾസ്.
ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഒന്നാമത്തെ മോളിക്യൂൾസ് നമ്മൾ പഠിച്ചെന്നല്ല നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. നമുക്ക് ഈ ഫിഗർ നോക്കിയപ്പോൾ ഏറെക്കൊരു ഐഡിയ കിട്ടിയില്ലേ. ഓക്സിജൻ മോളിക്യൂൾസ് ഇവിടെ നിന്ന് ഇവിടേക്കാണ് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇല്ലേ. യെസ്. ഇനി അടുത്തത് അവർ പറയുവാണേ, ഡിഫ്യൂഷൻ ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾസ്. ഇങ്ങനെ മോളിക്യൂളുകൾ ഫ്ലോ ചെയ്യുന്നതിന് നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? ഡിഫ്യൂഷൻ. എന്താണ്? ഡിഫ്യൂഷൻ. എന്നിട്ട് അത് പറയാണ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇതിന് എന്ത് വേണ്ട? എനർജി വേണ്ട. ക്ലിയർ? എനർജി വേണോ ഡിഫ്യൂഷന്? നമ്മുടെ ബോഡിയിൽ കുറേ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ പ്രവർത്തനവും അങ്ങ് ഫ്രീ ആയി നടക്കില്ല. നമ്മുടെ ബോഡിക്ക് അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? എനർജി വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അല്ലേ. യെസ്. പക്ഷേ നമ്മുടെ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്ത് വേണ്ട? എനർജി ഒന്നും വേണ്ട. ക്ലിയർ ആണോ? യെസ്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ 1.6 ആൻഡ് 1.7 അക്കോർഡിംഗ് ടു ദി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മേക്ക് എ നോട്ട്. യെസ്. അതിന് മുൻപേ നോക്കിയതേ വീണ്ടും ഒരു വെള്ളയില്ല മഞ്ഞ കളറിലൊരു പെട്ടിയുണ്ട് അല്ലേ. യെസ്. അതിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വിൽ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ത്രൂ ആൻഡ് വിത്തൗട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ? ഫൈൻഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ഓസ്മോസിസ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഓസ്മോസിസ് നടക്കുക എങ്ങനെയാണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാവും. ആ മെംബ്രെയിനിലൂടെ വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഡിഫ്യൂഷൻ പറഞ്ഞപ്പോൾ ഞാനൊരു മെംബ്രെയിനെ പറ്റി ഇവിടെ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, മെംബ്രെയിൻ വേണോ അതോ നീ വേണ്ടേ? മെംബ്രെയിൻ ഇല്ലാതെ ഈ ഒരു ഫ്ലോ നടക്കുമോ എന്നവർ ചോദിക്കുകയാണ്. നടക്കുമോ ഒന്ന് പറഞ്ഞേ. അപ്പം നിങ്ങൾ നോട്ടിൽ എന്താണ് ഡിഫ്യൂഷൻ എന്ന് എഴുതണേ. എന്താണ് ഡിഫ്യൂഷൻ? വാട്ട് ഈസ് മീൻ ബൈ ഡിഫ്യൂഷൻ? ഓക്സിജൻ മോളിക്യൂൾസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഓക്സിജൻ മോളിക്യൂൾസ് ഫ്ലോസ് ഫ്രം the region of higher concentration to the region of lower concentration. This phenomena is known as diffusion. Clear? എന്താണ് ഡിഫ്യൂഷൻ ഇവിടെ? ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഡിഫ്യൂഷൻ വരുന്നത്? ഓക്സിജൻ മോളിക്യൂൾസ് ഫ്ലോസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദി റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. നേരത്തെ നമ്മൾ പഠിച്ച ഓസ്മോസിസില്ലേ, അതിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് അല്ലേ. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ഇവിടെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഡിഫ്യൂഷന് സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണ്ടേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, മെംബ്രെയിൻ ഉണ്ടെങ്കിലും ഡിഫ്യൂഷൻ നടക്കാം, ഇല്ലെങ്കിലും നടക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആവശ്യക്കാരനല്ല നമ്മുടെ ഡിഫ്യൂഷൻ. ഓസ്മോസിസിൻ്റെ പോലെയല്ല. അതെപ്പോഴാണ് നടക്കുള്ളൂ? ഓസ്മോസിസ് നടക്കണമെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണം, നിർബന്ധമാണ്. പക്ഷെ ഡിഫ്യൂഷൻ അങ്ങനെയുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും കേട്ടോ, ഓസ്മോസിസിൻ്റെയും ഡിഫ്യൂഷൻ്റെയും വ്യത്യാസങ്ങൾ എഴുതാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു നോട്ട് എഴുതാൻ അറിയില്ല ഇപ്പോൾ. യെസ്. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ ഒരു നോട്ട് കൊടുക്കണോ? നോട്ട് വേണം നിങ്ങൾക്ക്? നോട്ട് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നോട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഒരു 2 ടൈപ്പ് മൂവ്മെൻറ്റും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രധാന ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് സിമ്പിളാണ്, അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാവേ. ഇതും നിങ്ങൾക്ക് സിമ്പിളായിരിക്കും അല്ലേ. യെസ്. നമുക്ക് രണ്ട് കാര്യമാണ് ഉണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പഠിച്ചാലോ? റെഡിയാണോ? യെസ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി വീഡിയോ കണ്ടാൽ മതി. പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ട് പഠിച്ച് തീർക്കണം കേട്ടോ. ഇന്ന് ഞാൻ ബയോളജി ഫുള്ള് സെറ്റാക്കും. ഓക്കെ. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? എന്താണ്? നിങ്ങൾ ആ ഫിഗർ നോക്കിക്കേ. ഇവിടെ ഒരു ഫിഗർ, അവർ ഡീറ്റെയിൽ ആയിട്ടൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക. ഞാൻ ആദ്യം ഇത് വായിക്കാം. ഇതിവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം വായിക്കാവേ. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. അപ്പോൾ ഞാൻ ഈ എനർജീനെ പറ്റി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ നടക്കാൻ എനർജി വേണം, ഏതൊക്കെ നടക്കാൻ എനർജി വേണ്ട എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കണം. ക്ലിയർ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഓസ്മോസിസ് നടക്കാൻ എനർജി വേണോ? ഞാൻ അതിനെപ്പറ്റി വല്ലതും പറഞ്ഞോ? എനർജി വേണമെന്ന് പറഞ്ഞോ? ഓസ്മോസിസ് നടക്കാൻ വേണ്ട. ഓസ്മോസിസ് നടക്കാൻ എനർജി വേണ്ട. ഡിഫ്യൂഷൻ നടക്കാൻ എനർജി വേണോ?
ഡിഫ്യൂഷൻ നടക്കാനായിട്ട്? വേണ്ട അല്ലേ, എനർജി വേണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കാനും എന്ത് വേണ്ട, എനർജിയുടെ ആവശ്യം ഇല്ല. ഓക്കെ, എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്സ് പ്ലേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ പ്രോട്ടീൻസ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം എനർജി വേണ്ട എന്ന് പറഞ്ഞു അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ പറഞ്ഞ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്? അതിന് വെറും ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ടാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? കാരണം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, നമ്മുടെ ഇതൊക്കെ സെൽ മെംബ്രെയിൻ ആണ്. യെസ്, അത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ്റെ മുകളിൽ കുറച്ച് പ്രോട്ടീനുകൾ ഇരിക്കുന്നുണ്ടാവും. ആ പ്രോട്ടീൻ്റെ ഉള്ളിൽ കൂടെ, അല്ലെങ്കിൽ പ്രോട്ടീനാണ് ഈ പറഞ്ഞ മോളിക്യൂളുകളെ ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. ഏത് ഉള്ളിലോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സൈറ്റോപ്ലാസ്റ്റിലോട്ട് കേട്ടോ. അപ്പോൾ ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിലോട്ട് നമ്മുടെ ഈ പ്രോട്ടീൻസ് ആണ് കടത്തി വിടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ പ്രോട്ടീൻസ് എവിടെയാണ് കാണുക? സെൽ മെംബ്രെയിൻ്റെ മുകളിൽ. ഈ സെൽ മെംബ്രെയിൻ തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുകൊണ്ടാണ് ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സെൽ മെംബ്രെയിൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. എന്താണ്? ഡിഫ്യൂഷൻ തന്നെയാണ് സംഭവം. പക്ഷെ ആരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും? പ്രോട്ടീൻസ് എവിടെ ഇരിക്കുന്നുണ്ട്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടാവും. ഈ പ്രോട്ടീൻസ് ആണ് അത് നടത്തുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു. ഓക്കെ, ഞാൻ ഈ ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നോക്കാം. ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് കേട്ടോ, അപ്പോൾ എന്ത് പറയുക? അതിന് എനർജി വേണം. എനർജി വേണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് ഒരു മോളിക്യൂൾ സെല്ലിനകത്തോട്ട് കടക്കുന്നത് എങ്കിൽ അതെന്ത് കിട്ടിയിട്ട് കിടക്കുന്നതാണ്? എനർജി കിട്ടിയിട്ട് മാത്രമേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെയാണ്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ആൻ എനർജി റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ കാരിയർ പ്രോട്ടീൻസ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. അതേപോലെ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെയാണിത്. പക്ഷെ എന്ത് വേണമെന്നേ ഉള്ളൂ? എനർജി വേണമെന്നേ ഉള്ളൂ. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്മേൽ ചില പ്രോട്ടീൻസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രോട്ടീൻ വെറുതെ ഒന്നും കടത്തിവിടില്ല. എന്ത് കൊടുക്കണം? എനർജി കൊടുത്താൽ മാത്രമേ ആ പ്രോട്ടീൻ കടത്തിവിടത്തുള്ളൂ. അങ്ങനത്തെ പ്രോട്ടീൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരിയർ പ്രോട്ടീൻസ്. ക്ലിയർ? ക്ലിയർ അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് നമുക്ക് കഥ പോലെ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്നുണ്ട് എക്സാമ്പിൾസ്. നമ്മുടെ ഗ്ലൂക്കോസ് ഇല്ലേ, ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയുടെ അകത്തോട്ട് അല്ലെങ്കിൽ സെല്ലിലോട്ട് എത്തുന്നത് എന്ത് വഴിയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. അതേപോലെ തന്നെ ചില അയോണുകൾ, അയോൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ Na+ ഒക്കെ പോലെയുള്ള കുറേ അയോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്, സോഡിയം ഒക്കെ പോലത്തെ കേട്ടോ. അപ്പം അതേപോലത്തെ കുറച്ച് അയോണുകളും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഏത് വഴിയാണ് നമ്മുടെ ബോഡിക്ക് എത്തുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്, മറക്കരുതേ. പിന്നെ നമ്മുടെ ബോഡിയിൽ കുറേ സോൾട്ടുകളുണ്ട്. എന്തുണ്ട്? സോൾട്ടുകൾ. അപ്പം അത് ഏത് വഴിയാണ് എത്തുന്നത്? ഏത് വഴിയാ? ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് ചില സോൾട്ടുകൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുക. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 പോയിൻറ്റ്സ് ഇല്ലേ, അത് കാണാപ്പാടെ പഠിക്കാനുള്ളതല്ല. എങ്ങനെ ഇതെല്ലാം പഠിക്കണം എന്ന് അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. എങ്ങനെയാണ്? മോളിക്യൂൾസിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം, കോൺസെൻട്രേഷൻ ഡിഫറൻസിൽ അങ്ങനെ പഠിക്കണം. നമ്മൾ പറഞ്ഞില്ലേ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അപ്പോൾ അത് പഠിക്കണം. പിന്നെ പ്ലാസ്മ മെംബ്രെയിനിൽ പ്രോട്ടീൻസ് ഉണ്ട്, ആ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ എനർജി വേണോ വേണ്ടയോ അത് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം പഠിക്കണമെന്ന്, അങ്ങനെയും പഠിക്കണം എന്ന് അവരെടുത്ത് പറഞ്ഞതാണ് ഇവിടെ. അല്ലാണ്ട് ഈ പോയിൻറ്റ്സ് കാണാപ്പാടം പഠിക്കാനല്ല കേട്ടോ. ഇനി നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അവർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണേ, ഇതെന്തായാലും പഠിക്കണം. അവരിങ്ങനെ ചോദിക്കും, ഒരു എക്സാമ്പിൾ തരും. അത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണോ, അത് ഡിഫ്യൂഷനാണോ, ഓസ്മോസിസ് ആണോ എന്ന് നമ്മൾ എഴുതണം. ഇനി നമുക്ക് എക്സാമിന് ഈ പറഞ്ഞ റേസിൻസ് ഇൻ വാട്ടർ അങ്ങനെ ചോദിക്കും. അത് ഏതാണെന്ന് നിങ്ങൾ എഴുതണം. ഏതാണ്? ഓസ്മോസിസ് അല്ലേ? അത് മറക്കില്ലല്ലോ ഇനി. അപ്പോൾ അത് എഴുതാനായിട്ട് നമുക്കറിയണം. അപ്പം അതേപോലത്തെ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇനി അത് ഏതൊക്കെയാണ് പ്രോസസ്സ് എന്ന് നമുക്ക് എഴുതണം. അതാണ് ഈ ടേബിൾ. ക്ലിയർ അല്ലേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം കേട്ടോ, നിങ്ങൾ എഴുതണേ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് മറന്നതാണ്.
ഏതാണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇല്ലേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ല, ലോവർ ടു ഹയർ കോൺസെൻട്രേഷനാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ സൈക്കിൾ ഓടിക്കാമെന്ന് വിചാരിക്കുക. സൈക്കിൾ ചവിട്ടുമ്പം കയറ്റം കയറാനാണ് എളുപ്പം, ഇറക്കിറങ്ങാനാണ് എളുപ്പം? ഇറക്കിറങ്ങാൻ നല്ല എളുപ്പമാണല്ലേ. അതിന് പ്രത്യേകിച്ച് എനർജി നമുക്ക് വേണോ? വേണ്ടല്ലോ, വേണ്ട. നമുക്ക് അതേപോലെ തന്നെയാണ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് പോകുമ്പം പ്രത്യേകിച്ച് എനർജി വേണോ? വേണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓസ്മോസിസും ഡിഫ്യൂഷനും ഒക്കെ നടക്കുന്നത്. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അങ്ങനെയല്ല, എനർജി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോവർ നിന്ന് ഹയറിലോട്ട് പോവാം. അപ്പോൾ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ എന്ത് വേണം? എനർജി വേണം. എനർജി വേണമെങ്കിൽ എന്താണത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു ബോക്സ് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾസാണ് നിങ്ങൾ എന്നെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണല്ലേ? ഓസ്മോസിസ് വരും, ഡിഫ്യൂഷൻ വരും, അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വരും. അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വരുമോ? ഇല്ല അല്ലേ. അതെങ്ങനെയാണ്? ലോവർ ടു ഹയർ ആണ്. ഹയർ ടു ലോവർ ഏതൊക്കെയാണ്? എനർജി ആവശ്യമില്ലാത്ത ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പം ഇത് നമ്മൾ പഠിച്ചില്ലേ? യെസ്, എഴുതി വെക്കണേ. രണ്ടാമത്തെ എന്താണ്? ഫ്രം എ റീജിയൻ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. അതെങ്ങനെയാണ്? ലോവർ ടു ഹയർ എന്ന് കേട്ടാൽ തന്നെ മനസ്സിലായി. കയറ്റം കയറുന്ന എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. അപ്പം ലോവർ ടു ഹയർ, അപ്പം എനർജി ആവശ്യമുണ്ട്. എനർജി ആവശ്യമുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ 4 പഠിച്ചു അല്ലേ? ഓസ്മോസിസ് പഠിച്ചു, ഡിഫ്യൂഷൻ പഠിച്ചു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിച്ചു. ഇതിൽ ഞാൻ വെള്ളത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഏതിനാ? വെള്ളത്തിൻ്റെ, വാട്ടറിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതായിരുന്നു? ഓസ്മോസിസ് അല്ലേ? യെസ്, നമ്മൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടില്ലേ? യെസ്, അത് നമ്മൾ ഓസ്മോസിസിനെ മാത്രം, ഓസ്മോസിസിൽ വെള്ളത്തിൻ്റെ പ്രത്യേകത മാത്രമാണ് കേട്ടോ. അപ്പോൾ ആപ്ലിക്കബിൾ ടു വാട്ടറിന് ഏതാണ് എക്സാമ്പിൾ വരിക? ഓസ്മോസിസ്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഇനി 4ാമത്തെ ഒരു ചോദിച്ചേക്കാണ് എനർജി ആവശ്യമുള്ളത്. എനർജി റിക്വയർഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചതാ. ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി എനർജി ആവശ്യമില്ലാത്തത് ഏതാണ്? ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തതാണ് കാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ്. എന്താണ് കാരിയർ പ്രോട്ടീൻ? ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്മ മെംബ്രെയിനിന്മേ കുറേ പ്രോട്ടീൻസ് ഇങ്ങനെ ഇരിക്കും. ആ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ മോളിക്യൂൾസ് സെല്ലിലോട്ട് കിടക്കുന്നതെന്ന്. അങ്ങനെ പ്രോട്ടീൻസ് ആവശ്യമില്ലാത്ത ഏതൊക്കെ പ്രോസസ്സാണുള്ളത്? അങ്ങനെ കരിയർ പ്രോട്ടീനെ പറ്റി പറയാത്ത 2 നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഏതൊക്കെയാണ്? ഓസ്മോസിസും സിമ്പിൾ ഡിഫ്യൂഷൻ, സാധാ ഡിഫ്യൂഷനും. പക്ഷെ നമ്മൾ ബാക്കി 2 പറഞ്ഞില്ലേ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും അതുപോലെ തന്നെ എന്താ പറയുക, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. ഇത് 2 പ്രോട്ടീൻ, കരിയർ പ്രോട്ടീൻ ശരിക്കും വേണം. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ഗൈഡുകളിലൊക്കെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് മാത്രമാണ് പ്രോട്ടീൻ വേണ്ടോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടീച്ചറിനോട് ശരിക്കും ഒന്ന് ചോദിച്ചു വെക്കുക, ടീച്ചർ എന്താണ് പറയുന്നതെന്ന്. ശരിക്കും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിനും കരിയർ പ്രോട്ടീൻസ് വേണം. ഇത്ര നേരം നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് ഈ പറഞ്ഞ മോളിക്യൂൾസ് സെല്ലിനകത്തോട്ട് കയറാനും ഇറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? യെസ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഈ ടോപ്പിക്ക് സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മുടെ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ് അടുത്ത ടോപ്പിക്കിൻ്റെ പേര്. അത് നമ്മൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അതോടെ കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞു, ഏറെക്കുറെ കഴിഞ്ഞു. എനിവേ, നമുക്ക് നോക്കാം. ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ മെറ്റാബോളിസം അല്ലേ? മെറ്റാബോളിസം എന്താ ഇനി ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. യെസ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ തൊട്ടേ പറയുന്നതാണ് എന്താണ് മെറ്റാബോളിസം. അപ്പോൾ മെറ്റാബോളിസത്തിന് എന്താവശ്യമാണ്? ന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പം നമ്മൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എങ്ങനെ കിട്ടുന്നുണ്ട്? നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റ്സിന് കിട്ടുക? പ്ലാന്റ്സ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടോ? പ്ലാന്റ്സിന് എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? പറഞ്ഞേ. യെസ്, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തും. അങ്ങനെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കിട്ടും എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്?
ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അവർ ചോദിച്ചിരിക്കുവാണ്, എന്നാൽ എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ കമ്പോണൻറ്റുകൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമാണ്? എന്തൊക്കെ വേണം? ക്ലോറോഫിൽ വേണം എന്നവർ തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ വേണം? സൺലൈറ്റ് വേണം അല്ലേ? സൺലൈറ്റ് വേണം, വാട്ടർ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബ്ലാങ്കിൽ എഴുതി ഫില്ല് ചെയ്യുക. ക്ലിയർ? ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അവർ ക്ലോറോപ്ലാസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒക്കെ ഫിഗറിൽ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒന്നുകൂടെ പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാം. ഇനി നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ ഈ ടെക്സ്റ്റ് ബുക്കിൽ. ഈ ഫിഗർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ലീഫ് എടുത്തു. നമ്മൾ ലീഫ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പോവാണ്. എന്താ നമുക്ക് കാണാൻ പറ്റുക? ഒരുപാട് സെല്ലുകൾ കാണാം അല്ലേ? യെസ്, ലീഫ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് സെല്ലുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായും 2 തരം സെല്ലുകളുണ്ട്. ലീഫിൽ കാണാൻ പറ്റുന്ന 2 തരം സെല്ലുകൾ. ഒന്നാമത്തെയാണ് എപ്പിഡെർമൽ സെൽസ്. എൻ്റെ കൂടെ പറയും, എന്ത് സെൽസാണ്? എപ്പിഡെർമൽ സെൽസ്. അതുപോലെ തന്നെ മീസോഫിൽ സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് സെല്ലുകൾ? പേര് പറഞ്ഞേ. എപ്പിഡെർമൽ സെൽസും ഉണ്ട്, മീസോഫിൽ സെൽസും ഉണ്ട്. ഞാൻ ഈ ഫിഗറിൽ അത് കാണിച്ചു തരാട്ടെ. എവിടെയാണ് ലീഫിൽ ഇങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അതിൻ്റെ ഈ 2 അറ്റത്ത് കാണുന്ന ഭാഗമില്ലേ, ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന 2 എണ്ണത്തിനെയും നമ്മൾ എന്താ പറയുന്നത്? എപ്പിഡെർമൽ സെല്ലുകൾ എന്നാണ്. ക്ലിയർ ആണോ? അതിൻ്റെ ഇടയിൽ കാണുന്ന ഈ പോർഷൻ മൊത്തം നമ്മൾ ഏത് സെൽസാണ് കാണാൻ പറ്റുക? നമുക്ക് മീസോഫിൽ സെൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എവിടെയാണ് എപ്പിഡെർമൽ സെൽസ് എന്നും മീസോഫിൽ സെൽസ് എന്നും മനസ്സിലായില്ലേ? ഓക്കെ, എപ്പിഡെർമൽ സെൽസ് എവിടെയാണ്? ഈ 2 അറ്റത്തായിട്ട് കാണുന്നതാണ് എപ്പിഡെർമൽ സെൽസ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന എല്ലാ സെല്ലുകളും ഏത് സെൽസാണ്? മീസോഫിൽ സെൽസ് ആണ്. ക്ലിയർ? 2 സെൽസിൻ്റെ പേര് മറക്കരുത്, എവിടെയും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റൊമാറ്റേനെ കാണാൻ പറ്റും. എന്താണ് സ്റ്റൊമാറ്റ എന്ന് അറിയാലോ? അപ്പോൾ സ്റ്റൊമാറ്റ എന്താണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് സ്റ്റൊമാറ്റ. ഓക്കെ, ലീഫിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് അല്ലേ? ഓക്കെ, അപ്പം ലീഫിലെ പ്രധാനമായിട്ടുള്ള സെല്ലുകളൊക്കെ പഠിച്ചു. സ്റ്റൊമാറ്റ എന്താണെന്നറിയാം, എപ്പിഡെർമൽ സെൽസ് എന്താണെന്നറിയാം, മീസോഫിൽ സെൽസ് എന്താണെന്നറിയാം അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഒരു മീസോഫിൽ സെല്ലിനെ എടുത്ത് വലുതാക്കി പഠിക്കാൻ പോവാണ്. പഠിച്ചാലോ നമുക്ക്? മീസോഫിൽ എന്താണെന്ന് നോക്കണ്ടേ? അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നറിയണ്ടേ? എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ഇത്രയും നന്നായിട്ട് പ്ലാന്റ്സ് ചെയ്യുന്നത് നമുക്ക് പഠിക്കണ്ടേ? യെസ്, അപ്പോൾ നമ്മൾ ഒരു മീസോഫിൽ സെല്ലിനെ എടുത്ത് വലുതാക്കി നോക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഫിഗർ അവർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് നമുക്ക് പഠിക്കാം. ഒരു മീസോഫിൽ സെല്ലെടുത്ത് വലുതാക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാമെന്നറിയോ? ഒരു ക്ലോറോപ്ലാസ്റ്റ് കാണാം. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എവിടെയുള്ളത്? മീസോഫിൽ സെൽസിലാണുള്ളത്. ക്ലോറോപ്ലാസ്റ്റ് വേണ്ടേ ഫോട്ടോസിന്തസിസിന്? വേണം. യെസ്, നമുക്കറിയാം ക്ലോറോഫില്ല് പ്രധാന ഘടകമാണല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ക്ലോറോഫില്ലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലോറോപ്ലാസ്റ്റിന് ഒരു ഔട്ടർ കവറിങ് പോലൊരു സംഭവമുണ്ട്. അതാണ് ഇവിടെ ഔട്ടർ മെംബ്രെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കവർ പോലെ, കവറല്ല, അതൊരു ഔട്ടർ കവറിങ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്തിട്ട് നല്ല ഭദ്രമായിട്ടാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് കോയിനുകൾ അടക്കി വെച്ച പോലെ കാണാനില്ലേ? അതിനെ പറയുന്ന പേരാണ് എന്താണെന്നറിയോ? തൈലക്കോയിഡ്സ്. എന്താണ്? തൈലക്കോയിഡ്സ്. ഇങ്ങനെ കോയിൻസ് അടക്കി വെച്ചിരിക്കുന്ന അതിന് നമ്മൾ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. ഓക്കെ, ആ ഓരോ കോയിന് പറയുന്ന പേരാണ് തൈലക്കോയിഡ്. ഈ ഒരു കൂട്ടത്തിന് നമ്മൾ എന്താ പറയാന്നറിയോ? എന്താ പറയുക? ഗ്രേന. എന്താണ്? ഗ്രേന. അപ്പം തൈലക്കോയിഡ് എന്ന് വെച്ചാൽ ആ ഒരു കൂട്ടത്തിലെ ഒരു കോയിൻ പോലത്തെ സംഭവത്തിന് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയും. ഇനി ഒരുപാട് തൈലക്കോയിഡ്സിനെ ഒരുമിച്ച് നമ്മൾ എന്താ പറയും? ഗ്രാന എന്ന് പറയും. ഓക്കെ, ഗ്രാന സ്റ്റാക്സ് എന്ന് വെച്ചാൽ അടക്കി വെച്ചിരിക്കുന്നു എന്നർത്ഥം കേട്ടോ. ഓക്കെ, ഗ്രാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈലക്കോയിഡ്സിൻ്റെ ഒരു കൂട്ടം, അതാണ് സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ക്ലോറോഫില്ല് കാണാൻ പറ്റുക. എന്താണ് ക്ലോറോഫില്ല്? ക്ലോറോഫിൽ ഇസ് എ പിഗ്മെൻറ്റ്, റൈറ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലാണ് നമുക്ക് ക്ലോറോഫില്ലിനെ കാണാൻ പറ്റുക. ക്ലോറോഫില്ല് എവിടെയാണ്? ഗ്രാനയിലാണുള്ളത്. ഗ്രാന എന്താണ്? ഒരുപാട് തൈലക്കോയിഡുകൾ കോയിൻസ് പോലെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് ഗ്രാന. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് ഔട്ടർ മെംബ്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായി, തൈലക്കോയിഡുകൾ ഉണ്ടെന്ന് മനസ്സിലായി, തൈലക്കോയിഡുകൾ അടക്കി വെച്ച് ഗ്രാന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ടർ മെംബ്രെയിൻ ഉണ്ടെന്ന് അല്ലേ? ഔട്ടർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പുറംപാളി ഉണ്ടെന്ന് പറയുന്നത്? അപ്പോൾ എന്തായാലും ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവില്ലേ? അപ്പോൾ 2 മെംബ്രെയിനാണ് ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. എന്തൊക്കെയുണ്ട്? ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഒന്നുമില്ല, 2 കവറിങ് ഉണ്ടെന്ന്. ഓക്കെ, ഔട്ടർ കവറിങ് ഉണ്ട്, ഇന്നർ കവറിങ് ഉണ്ട്. അതിന് നമ്മൾ ഔട്ടർ മെംബ്രെയിൻ എന്നും ഇന്നർ മെംബ്രെയിൻ എന്നും പറയും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ ക്ലോറോപ്ലാസ്റ്റിൽ മൊത്തം ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ച പോലെയാണ്, നിറച്ചൊരു വെള്ളം നിറച്ച് വെച്ച പോലെയാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കേട്ടോ. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക. എന്താണ്? സ്ട്രോമ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ നിറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് എന്താ പറയുക? സ്ട്രോമ. മറക്കരുത്, സ്ട്രോമയും ഗ്രാനയും തമ്മിൽ തെറ്റരുത്. സ്ട്രോമ എന്താണ്? ആ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് നമ്മുടെ സ്ട്രോമ. ക്ലിയർ? ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക? ഇതൊക്കെ ഈ ഗ്രാനേനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഇതില്ലേ, കണക്ഷൻ, അതിനെയാണ് നമ്മൾ സ്ട്രോമ ലാമെല്ലി എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രോമ ലാമെല്ലി. അപ്പം എല്ലാം മനസ്സിലായില്ലേ? എല്ലാം ക്ലിയർ അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ക്ലോറോപ്ലാസ്റ്റിലെ ഓരോ സംഭവവും മനസ്സിലായില്ലേ? എത്ര മെംബ്രെയിൻസ് ഉണ്ട്? 2 മെംബ്രെയിൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഇനി അവർ 3 ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ എന്ന് ഇത് ഞാൻ ഓരോന്ന് പറയാം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ലേ? ഇല്ലേ? യെസ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? എവിടെയാണ് ക്ലോറോഫില്ല് കാണുന്നതെന്ന് മനസ്സിലായില്ലേ? എവിടെയാണ് കാണുന്നത് ക്ലോറോഫില്ല്? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. നിങ്ങൾ ഗ്രാന എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എവിടെയാണ് ക്ലോറോഫില്ല് കാണുന്നത്? ഗ്രാനയിലാണ് കാണുന്നത്. ഓക്കെ, അതും നമുക്കറിയാം. എന്താണ് തൈലക്കോയിഡ്, എന്താണ് ഗ്രാന, എന്താണ് സ്ട്രോമ, ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്കിനി ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങോട്ട് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയല്ല. അതൊരു വലിയൊരു പ്രോസസ്സാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം അങ്ങനെ പഠിച്ച് പോവുകയാണ്. വലിയ ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് 2 ഫേസായിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം. ഓക്കെ, അല്ലാണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് ഫുഡ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്ന് നമ്മൾ പറയും. ഏതൊക്കെയാണ് 2 ഫേസ് എന്ന് അറിയണ്ടേ? ഒന്നാമത്തെയാണ് ലൈറ്റ് ഫേസ്. എന്താണ്? ലൈറ്റ് ഫേസ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഡാർക്ക് ഫേസ്. ഏതൊക്കെയാണ്? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? എന്താണ് ലൈറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ നടക്കുന്നത് അല്ലേ? ഡാർക്ക് ഫേസ് എന്ന് പറയുമ്പം ലൈറ്റ് ഇല്ലാത്ത സന്ദർഭങ്ങൾ നടക്കുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പം അത് എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താണ് അത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് എന്താണ് ലൈറ്റ് ഫേസ് എന്ന് ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുക എന്നറിയോ? ലൈറ്റ് ഫേസ് നടക്കുന്നത് നമ്മുടെ ഗ്രാനയിലാണ്. ഗ്രാന എന്താണെന്നറിയാലോ? അയ്യോ 1 മിനിറ്റ്. ഓക്കെ, കാണുന്നതാണ് നമ്മുടെ ഗ്രാന. ഈ ഗ്രാനയിലാണ് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസ് എപ്പോഴാണ് നടക്കുക എന്ന് ഞാൻ പറഞ്ഞത്? ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ? അപ്പോൾ ടേക്സ് പ്ലേസ് ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചേ. എവിടെയാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്? ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. അതുപോലെ തന്നെ എപ്പോഴാണ് നടക്കുക? ലൈറ്റിൻ്റെ പ്രസൻസിലല്ലേ? ടേക്സ് പ്ലേസ് ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പം 2 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പം ഈ ലൈറ്റ് ഫേസിൽ എന്താ സംഭവിക്കുക എന്നറിയോ?
ലൈറ്റ് ഫേസ് നടക്കണമെങ്കിൽ 2 സംഭവങ്ങൾ വേണം. ഒന്നാമത്തേത് സൂര്യൻ്റെ പ്രകാശം വേണം. അതിനല്ലേ നമ്മൾ ലൈറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? യെസ്, ലൈറ്റ് വേണം, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, പ്ലാന്റിന് വെള്ളം വേണം. എന്ത് വേണം? വാട്ടർ വേണം. ഈ വാട്ടർ എന്ത് ചെയ്യുന്നറിയോ? വാട്ടർ എന്താണ്? വാട്ടറിൻ്റെ കെമിക്കൽ ഫോമുല H2O. ഈ വാട്ടർ അങ്ങ് സ്പ്ലിറ്റ് ആവും. എന്തൊക്കെയായിട്ട്? ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഹൈഡ്രജനും ഓക്സിജനും കിട്ടും അല്ലേ? അതെ. അപ്പം H2O ആണല്ലോ. അതിലെ ഓക്സിജൻ നമ്മുടെ പ്ലാന്റിന് ആവശ്യമില്ല. അപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യും? അത് പുറത്തേക്ക് വിടും. എന്തിനെ? ഓക്സിജനെ. പക്ഷെ ഹൈഡ്രജനെ അങ്ങനെ പുറത്തേക്ക് വിടില്ല. ഹൈഡ്രജൻ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രോമയിലോട്ട് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഗ്രാനയും സ്ട്രോമയും എവിടെയാണെന്ന് മനസ്സിലായാലാണ് ഈ കഥ മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഗ്രാനയിലാണ് നമ്മുടെ ലൈറ്റ് ഫേസ് നടക്കുന്നത്. ലൈറ്റ് ഫേസിൽ നമ്മുടെ ഗ്രാനയിൽ വെച്ച് എന്ത് സംഭവിക്കും? ഈ ലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ വെള്ളം 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. വെള്ളം H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും ആവും. പക്ഷേ ഓക്സിജനെ പ്ലാന്റിന് വേണ്ട, അത് പ്ലാന്റ് എക്സ്പെൽ ചെയ്യും, പുറത്ത് വിടും. ക്ലിയർ? പക്ഷേ ഹൈഡ്രജന് വേണം. ഹൈഡ്രജന് ആർക്ക് കൊടുക്കും? സ്ട്രോമയ്ക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ അവിടെ വെച്ച് എന്ത് ഫോം ചെയ്യുന്നറിയോ? ATP ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ATP. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് ഫേസിൽ 2 സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തത് ഓക്സിജനെ പുറത്ത് വിട്ടില്ലേ, പക്ഷേ ഓക്സിജൻ ഉണ്ടായത് ഇവിടെ വെച്ചാണ്, നമ്മുടെ ലൈറ്റ് ഫേസിലല്ലേ. അപ്പം ഓക്സിജനെ കിട്ടി. രണ്ടാമത്തെ എന്താണ്? ATP കിട്ടി. ATP എന്താണെന്നറിയോ? എനർജിയുടെ സോഴ്സാണ്. എനർജിയാണ് ഈ ATP. ഓക്കെ, എനർജി കറൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. അപ്പം ATPയും ഓക്സിജനും എവിടെയാണ് കിട്ടുക? ഏത് ഫേസിലാണ് കിട്ടുന്നത്? ലൈറ്റ് ഫേസിലാണ് കിട്ടുന്നത് എന്ന് മറക്കരുത്. ക്ലിയർ? അപ്പോൾ ലൈറ്റ് ഫേസ് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? യെസ്. ഇനി നമുക്ക് ഡാർക്ക് ഫേസിനെ പറ്റി പഠിക്കാം. ഡാർക്ക് ഫേസ് എവിടെയാണ് സംഭവിക്കുകയെന്നറിയോ? ഇനി പറഞ്ഞേ. സ്ട്രോമയിലായിരുന്നു സംഭവിക്കുക. ഗ്രാനയിലേതായിരുന്നു? ലൈറ്റ് ഫേസ്. ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ് നടക്കുക, പക്ഷെ ലൈറ്റ് വേണ്ട. ഓക്കെ, ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. പക്ഷെ നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ATP ഉണ്ടാക്കിയില്ലേ നമ്മൾ? എവിടെ? ലൈറ്റ് ഫേസിൽ. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഡാർക്ക് ഫേസിൽ ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ ലൈറ്റ് ഫേസ് ഇല്ലെങ്കിൽ ഡാർക്ക് ഫേസ് നടക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ലൈറ്റ് ഫേസിൽ പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ATP ആർക്ക് വേണം? ഈ ഡാർക്ക് ഫേസിന് വേണം. എന്നാൽ മാത്രമേ ഡാർക്ക് ഫേസ് നടക്കുകയുള്ളൂ കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ലൈറ്റ് ഫേസിൽ 2 സംഭവങ്ങളെ പ്ലാന്റ് എടുത്ത് വെച്ചിരുന്നു. ഏതൊക്കെയാണ്? ATPയും അതുപോലെ തന്നെ ഹൈഡ്രജനും അല്ലേ? ഹൈഡ്രജനെ എവിടേക്ക് കൊടുത്തിരുന്നു പ്ലാന്റ്? സ്ട്രോമയ്ക്ക് കൊടുത്തിരുന്നു അല്ലേ? അപ്പോൾ സ്ട്രോമയിലുള്ള ഹൈഡ്രജനും ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ്. അപ്പോൾ ലൈറ്റ് ഫേസിൽ നിന്നാണ് നമുക്ക് ഈ ഡാർക്ക് ഫേസിന് ആവശ്യമുള്ള ഹൈഡ്രജനും അതുപോലെ തന്നെ എന്താണ് ATPയും കിട്ടിയത്. അങ്ങനെ എന്ത് ഫോം ചെയ്യും? ഗ്ലൂക്കോസ് ഫോം ചെയ്യും. എങ്ങനെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുമെന്നറിയോ? അവിടെയുള്ള ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും പ്ലാന്റിന് ആവശ്യമാണ്. എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടില്ലേ? പുറമേ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പം ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഏറെക്കുറെ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അവരൊരു ബോക്സ്, ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് നോട്ടിൽ എഴുതണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഒന്നാമത്തെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? പ്ലേസ് വെർ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എവിടെയാണ് നടക്കുന്നതെന്ന്. ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്? വേഗം പറയാം കേട്ടോ. ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിൽ. ഡാർക്ക് ഫേസ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാ? സ്ട്രോമയിൽ. അറിയാലോ. അപ്പോൾ ഈ 2 നമ്മൾ പഠിച്ചു. ഇനി റിയാക്ഷൻ എന്താണ്? വേഗം പറഞ്ഞേ. എന്താ ലൈറ്റ് ഫേസിൽ നടക്കുക? ലൈറ്റ് ഫേസിൽ എന്ത് സംഭവിക്കും? വെള്ളം സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എഴുതണം, വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു എന്തൊക്കെയായിട്ട്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. എന്നിട്ട് എന്ത് ചെയ്യും? എക്സ്പെൽസ് ഓക്സിജൻ. പിന്നെ ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. എന്ത് ഫോം ചെയ്യും? ATP
ഫോംസ് ATP ദി എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ് എന്ന് എഴുതണം ഇവിടെ. ക്ലിയർ? അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഡാർക്ക് ഫേസിൽ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അത് എഴുതുക. ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ്. എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുക? ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ഫേസിലെ റിയാക്ഷനും പഠിച്ചു. ഇനി എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉണ്ടാവുക? ലൈറ്റ് ഫേസിൽ എന്തൊക്കെ ഉണ്ടായേ? ഓക്സിജൻ ഉണ്ടായില്ലേ? യെസ്, ഓക്സിജൻ ഉണ്ടായി, ATP യും ഉണ്ടായി. അത് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. ഓക്സിജൻ, ATP. ഡാർക്ക് ഫേസിൽ ഒരു സംഭവം ഉണ്ടായേ. എന്തുണ്ടായേ? നമ്മുടെ പ്ലാന്റിൻ്റെ ഫുഡ് എന്താണ്? ഗ്ലൂക്കോസ്. അതും നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി അവർ നമുക്ക് ഒരു ഇക്വേഷൻ പോലെ തന്നേക്കുക. സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് എഴുതാം. എങ്ങനെയാണ് ഉണ്ടാക്കുക? എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഇത്രയും പഠിച്ചതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് എഴുതാൻ പറ്റുമോ നോക്കിയാലോ? ഓക്കെ, ആദ്യം എന്തൊക്കെ കൂടിയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? വാട്ടർ കമ്പൈൻ ചെയ്യും അല്ലേ? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്യും. പക്ഷേ അത് ഇവിടെ അങ്ങനെ എഴുതുള്ളൂ, അല്ലാണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നും എഴുതില്ല. നമ്മുടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്ത് എന്തൊക്കെയായിട്ട് മാറും? ഇവിടെ എന്താ പ്രൊഡക്റ്റ്? എന്താണ്? ഓക്സിജനും ഗ്ലൂക്കോസും. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതുക? കാർബൺ ഡൈ ഓക്സൈഡ് എഴുതും, ഇവിടെ വാട്ടർ എഴുതും, ഇവിടെ ഗ്ലൂക്കോസ് എഴുതും, ഓക്സിജൻ എഴുതും. ഇത് ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്മളെപ്പോഴും ചെറുതാക്കിയാണ് എഴുതുക അല്ലേ? പക്ഷേ നമുക്ക് റിയാക്ഷൻ നമ്മൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് ഉപയോഗിക്കുക, വാട്ടർ ഏത് ഫേസിലാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇപ്പോൾ ക്ലിയർ അല്ലേ? യെസ്, ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഇക്വേഷനാണ്. അത് ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം അത് സെറ്റായി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഫുൾ അങ്ങ് കംപ്ലീറ്റ് ആയി. അപ്പം അത് കുഞ്ഞു ടോപ്പിക്കാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടോ അവരെ? ഈസ് സൺലൈറ്റ് ഇറ്റ് സെൽഫ് ഈസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് തന്നെ വേണോ? ക്യാൻ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ആൻ LED ബൾബ്? ഒരു ബൾബ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ വെച്ചാൽ അതിൻ്റെ താഴെ അത് വെച്ച് കൊടുത്താൽ നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നടത്തുമോ ചോദിച്ചാൽ നടത്തൂട്ടാ. യെസ് എന്നാണ് എൻ്റെ ആൻസർ. നടത്തില്ല എന്നല്ല, പ്ലാന്റ്സിന് നല്ല എഫിഷ്യൻ്റായിട്ട് ചിലപ്പം നമ്മുടെ സൂര്യനേക്കാളും പറയുന്നില്ല, മേ ബി നല്ല ലൈറ്റ് നല്ലതായിട്ട് കിട്ടുമല്ലേ? അപ്പം അതുകൊണ്ട് എന്താണ്, ഫോട്ടോസിന്തസിസ് കൃത്യമായി നടക്കും. യെസ് എന്നാണ് കേട്ടോ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്കിൻ്റെ പേരാണ് വാരിയസ് ന്യൂട്രിയൻസ് ഫ്രം ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എന്തെടുത്ത് വെച്ചേക്കാം? ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടില്ലേ ഫുഡിനെ? ആ ഗ്ലൂക്കോസിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ വെള്ളം ഉണ്ട് അല്ലേ? പക്ഷേ ഈ വെള്ളം കിട്ടിപ്പോയാൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അലിഞ്ഞു പോവും. അപ്പോൾ പ്ലാന്റ്സിന് എടുത്തു വയ്ക്കാൻ പറ്റുമോ ഫുഡ്? ഇല്ല. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നറിയോ? അലിഞ്ഞു പോവാത്ത വിധത്തിൽ ഈ ഗ്ലൂക്കോസിനെ അങ്ങ് മാറ്റും, രൂപം മാറ്റും. എന്താക്കുന്നറിയോ? ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റും. സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത, സ്റ്റാർച്ച് അങ്ങനെ അലിഞ്ഞു പോവില്ല, അത് ഇൻസോല്യൂബിളാണ്. സോല്യൂബിൾ എന്ന് വെച്ചാൽ അലിഞ്ഞു പോവും, അപ്പോൾ ഇൻസോല്യൂബിൾ എന്ന് വെച്ചാൽ അലിഞ്ഞു പോവില്ല. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിസോൾവ്സ് ക്വിക്ക്ലി ഇൻ വാട്ടർ. അപ്പോൾ ഗ്ലൂക്കോസ് ഫോട്ടോസിന്തസിൻ്റെ റിസൾട്ടായി ഉണ്ടായ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? വാട്ടറിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഇൻസോല്യൂബിൾ സ്റ്റാർച്ച്. അതുകൊണ്ട് അതിനെ എന്തായിട്ടാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്? എന്തായിട്ടാണ്? യെസ്, സ്റ്റാർച്ച് ആയിട്ടാണ്. എനർജി റിക്വയർഡ് ഫോർ ദി ലൈഫ് പ്രോസസ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റാർച്ച്. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ പ്ലാന്റ്സ് എവിടെ നിന്നാണ് അപ്പോൾ എടുക്കുന്നത്? ഈ പറഞ്ഞ സ്റ്റാർച്ചിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ ഈ സ്റ്റാർച്ചിന് ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടന്ന് മെറ്റാബോളിസം എന്ന് പറയാം. അങ്ങനെ സ്റ്റാർച്ചിന് ഒരുപാട് മെറ്റാബോളിസം ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളായിട്ട് സ്റ്റാർച്ച് രൂപം മാറും. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പഠിക്കണ്ടേ നമുക്ക്? യെസ്, അപ്പം കുറേ ന്യൂട്രിയൻസ് വേണം അല്ലേ? നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് വേണം. അപ്പം ന്യൂട്രിയൻസ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? നമുക്ക് സ്റ്റാർച്ചിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇല്ലേ? യെസ്, അരി കഴിക്കുന്നില്ലേ, നമ്മൾ ചോറ് കഴിക്കുന്നില്ലേ? അതുപോലെ കൊള്ളി, കപ്പ എന്നൊക്കെ പറയും. ഓക്കെ, അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാർച്ച് കിട്ടും. പിന്നെ ഷുഗർ കെയിൻ
ഷുഗർ കെയിനിലൊക്കെ എന്താണ് സൂക്രോസ് ആണ് ഉള്ളത്. അപ്പോൾ സൂക്രോസ് ഇതേപോലെ നമുക്ക് കിട്ടും പ്ലാന്റ്സിൽ നിന്ന്. അതേപോലെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിലുള്ളത് ഫ്രക്ടോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ ഭാഗങ്ങളാണ്. അതേപോലെ തേങ്ങയിലൊക്കെ എന്തുണ്ട്, ഫാറ്റ് ഉണ്ട് അല്ലേ. യെസ്, സൺഫ്ലവർ സീഡ്സ്, സൺഫ്ലവർ ഓയിൽ എന്ന് കേട്ടിട്ടില്ലേ? യെസ്. അതേപോലെ എള്ള്, അതൊക്കെ എന്താണ്, അതിലൊക്കെ ഫാറ്റാണുള്ളത്. ഫാറ്റും ഒരു ന്യൂട്രിയൻ്റ് ആണ്. പിന്നെ നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ എന്തുണ്ടെന്ന് അറിയാം, ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പം അതും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കാൻ പറയും അല്ലേ. വെജിറ്റബിൾസിലൊക്കെ എന്തുണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ അതും നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂട്രിയൻസ്. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി? ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ഉണ്ട്, സൂക്രോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഫാറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്നാണ്? ഇതൊക്കെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ വകഭേദങ്ങളാണ്. ഇത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് നമുക്ക് എഴുതിയാലോ? ഓക്കെ, വേഗം പറഞ്ഞേ. ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും അല്ലേ. ഗ്ലൂക്കോസ് എന്താക്കി മാറ്റി? സ്റ്റാർച്ചാക്കി മാറ്റി. ഇനി ആ സ്റ്റാർച്ചും ഒരുപാട് രൂപത്തിൽ വേഷം മാറുന്നു ഞാൻ പറഞ്ഞില്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂക്കോസ് തന്നെ പലതരം ഉണ്ട്. അതെല്ലാതും നമുക്ക് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ രണ്ടെണ്ണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ഉണ്ട്, സൂക്രോസ്. അതെവിടെ എഴുതി വയ്ക്കുക? സ്റ്റാർച്ച് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ വായിച്ചത് ഫ്രക്ടോസ് ഉണ്ട്. യെസ്, ഫ്രക്ടോസ് ഇവിടെ എഴുതി. ഫാറ്റ് ഇവിടെ എഴുതി. പ്രോട്ടീൻ ഇവിടെ എഴുതി. വൈറ്റമിൻ ഇവിടെ എഴുതണോ? വേണ്ട, അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പിക്ചറിൽ കണ്ട എല്ലാതും നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇതൊക്കെയാണ് നമ്മുടെ വാരിയസ് ന്യൂട്രിയൻസ്, പല വിധത്തിലുള്ള ന്യൂട്രിയൻസ്. എവിടെ നിന്ന് കിട്ടുന്നതാ? പ്ലാന്റ്സിൻ്റെ ഫുഡായിട്ടുള്ള ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി താഴെ ഒരു കുറച്ചധികം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ, ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു സംഭവം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതൊക്കെയാണ് അന്ന് പഠിച്ചത്? ഏതൊക്കെയാണ്? വേഗം പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റിന് ഇവിടുത്തെ കാര്യം പറയുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റിന് എഴുതുക, പ്രോട്ടീൻസിന് എഴുതുക, ഫാറ്റ്, വൈറ്റമിൻസ്. ബാക്കി രണ്ടെണ്ണം വാട്ടർ വേണ്ടേ നമുക്ക്, മിനറൽസ് വേണ്ടേ, അതൊക്കെ അവർ തന്നിട്ടുണ്ട്. ഈ രണ്ടെണ്ണം അവർ തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതി ഫില്ല് ചെയ്ത് വെക്കാം. ക്ലിയർ? അപ്പോൾ ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? ഈ പാഠത്തിലെ എല്ലാം സെറ്റാണല്ലോ. ഇനി കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം കേട്ടോ. Nutrients produced by plants through metabolism reach herbivores through food. അപ്പോൾ നിങ്ങൾക്ക് ഹെർബിവോർ എന്താണ്, കാർണിവോർ എന്താണ്, ഓട്ടോട്രോഫ് എന്താണെന്നൊക്കെ അറിയാലോ അല്ലേ. എന്താണ് ഓട്ടോട്രോഫ്? എന്താണ്? പ്ലാന്റ്സിന് പറയുന്ന പേരാണ്. കാരണം അവർ ഫുഡ് സ്വന്തമായി ഉണ്ടാക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ഓട്ടോട്രോഫ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് സ്വന്തമായി ഫുഡ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഹെർബിവോർ ഇങ്ങനെ വരും. ഹെർബിവോർ എന്ത് ചെയ്യും? വന്നിട്ട് നമ്മുടെ ഓട്ടോട്രോഫിനെ കഴിക്കും, പ്ലാന്റിനെ കഴിക്കും. ഈ ഹെർബിവോറിന് ആര് കഴിക്കും? ഒരു കാർണിവോർ വന്നിട്ട് തിന്നും. ഫോർ എക്സാമ്പിൾ, ഒരു മാൻ ഉണ്ടായിരുന്നു കേട്ടോ. മാനെ പുല്ല് കഴിച്ചുവേ. ഈ മാനിനെ ഒരു പുലി വന്നിട്ട് തിന്നുവാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ച ന്യൂട്രിയൻസ് ആദ്യം മാനിന് കിട്ടി. അങ്ങനെ മാനിൻ്റെ ബോഡി മെറ്റാബോളിസം ഒക്കെ നടത്തി മാനിന് നല്ല ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആര് വന്നത്? കാർണിവോർ ആയിട്ടുള്ള നമ്മുടെ പുലി വന്നത്. പുലി വന്നിട്ട് ഈ മാനിനെ തിന്നു. അപ്പം മാനിനെ തിന്നപ്പോൾ എന്താ സംഭവിച്ചത്? പുലിയുടെ ബോഡിയിൽ മെറ്റാബോളിസം ഒക്കെ നടന്ന് പുലിക്കും നല്ല ന്യൂട്രിയൻസ് കിട്ടി. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്നിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹാവിങ് യു അണ്ടർസ്റ്റുഡ് വൈ പ്ലാന്റ്സ് ആർ കോൾഡ് ഓട്ടോട്രോഫ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ് ഹെറ്ററോട്രോഫ്സ്? അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് പ്ലാന്റ്സിനെ ഓട്ടോട്രോഫ്സ് എന്നും ആനിമൽസിനെ ഹെറ്ററോട്രോഫ്സ് എന്നും വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഓട്ടോട്രോഫ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായി ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ആൻസർ തന്നെ എഴുതിയാൽ മതി. എന്താണ്? പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഹെറ്ററോട്രോഫ്സ് എന്താണ്? ദി ആനിമൽസ് കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ദെംസെൽസ്. അതുകൊണ്ട് അതിനെ ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കും. അങ്ങനെ സിമ്പിളായിട്ട് അതിനെ ആൻസർ ചെയ്താൽ മതി. അത്ര വലിയ കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അടുത്തത് വായിക്കാം.
പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ലാൻഡ് അല്ലേ? പ്ലാന്റ്സിന് കരയിലും ഉണ്ടാവാം, അതുപോലെ തന്നെ വെള്ളത്തിലും ഉണ്ടാവാം അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളത്തിലൊക്കെ ഒരുപാട് ചെടികളിനെ? യെസ്, അപ്പോൾ വെള്ളത്തിലും ചെടികളൊക്കെ ഉണ്ടാവും. ഹൂ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ്? അപ്പോൾ ഈ ഓഷ്യനിൽ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതണം, നമ്മുടെ ഓഷ്യനിൽ ഒരുപാട് ആൽഗകളുണ്ട്. എന്തുണ്ട്? ആൽഗകൾ. അതേപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗേഴ്സൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതെല്ലാം നമ്മുടെ ഓഷ്യൻസിലുണ്ട്. ഇവരൊക്കെയാണ് പ്രധാനമായും ഓഷ്യനിൽ പ്രൊഡ്യൂസേഴ്സായിട്ട് അറിയപ്പെടുന്നത്. ഇവരെന്ത് ചെയ്യും? ഇതേപോലെ ഫോട്ടോസിന്തസിസ് പോലെ എന്ത് ചെയ്യും? ഫുഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ ആര് കഴിക്കും? ഈ കുഞ്ഞു മീനുകൾ കഴിക്കും, കുഞ്ഞു മീനിനെ വലിയ മീൻ കഴിക്കും. അങ്ങനെയാണ് ഈ ഓഷ്യനിൽ ഈ പറഞ്ഞ ഫുഡ് വെബ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൻ, ആൽഗെ എന്നൊക്കെ ഇവിടെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് റിലീസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. നിങ്ങൾക്കറിയാമോ ഓഷ്യനിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലേ? അവർക്കൊക്കെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവിടെയൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓക്സിജൻ എവിടെ നിന്നും വരുന്നുണ്ട്? ഈ പറഞ്ഞ ഓഷ്യനിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പോൾ? എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊല്യൂഷൻ വരുത്തുന്നത് ആരാ? മനുഷ്യന്മാരല്ലേ? അപ്പോൾ ഈ പൊല്യൂഷൻ കാരണം, പൊല്യൂഷൻ ഈസ് ദി മോസ്റ്റ് സീരിയസ് ത്രെറ്റ് ദി മെറൈൻ എക്കോസിസ്റ്റം ഫേസസ്. അപ്പം ഈ മെറൈൻ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കടലിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ നേരിടുന്ന പ്രധാന പ്രശ്നം ഇപ്പം എന്താണ്? ഈ പറഞ്ഞ പൊല്യൂഷനാണ്. ആസ് എ റിസൾട്ട് സ്പീഷീസ് ബിക്കം എക്സ്റ്റിൻറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഒരുപാട് ജീവജാലങ്ങൾ എന്ത് ചെയ്യാണ്? നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ഓഷ്യൻ പൊല്യൂഷൻ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളെങ്ങാനും കടലിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പം എന്ത് ചെയ്യരുത്? പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും അവിടെ ഇടരുത്. അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ എന്തെങ്കിലും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന വേസ്റ്റ് ആണെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുമ്പം ശരിക്കും എഴുതണം അല്ലേ നമ്മൾ ആൻസർ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതണം. ഒന്നാമത്തെ എന്ത് എഴുതാം? ഓഷ്യൻ മൈനിങ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഓഷ്യൻ മൈനിങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഓഷ്യനിൽ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുറന്നു തരുന്ന അടിയിലേക്ക് പോവും. എന്നിട്ട് നമുക്ക് ഇതേപോലെ മെറ്റൽസും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഓഷ്യനിൽ മൈനിങ് നടത്തുന്നത് നല്ലതാണോ? അല്ല അല്ലേ? അത് നമ്മൾ ഓഷ്യൻ പൊല്യൂട്ട് ചെയ്യും. അപ്പോൾ ഓഷ്യൻ മൈനിങ് കൺട്രോൾ ചെയ്യണം. അതായിരിക്കണം ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പോയിന്റ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്രിവെൻറ്റ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് എൻട്രിങ് ഇൻ ടു ദ ഓഷ്യൻ, അങ്ങനെ എഴുതാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ കൊടുക്കാവേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3-4 പോയിന്റ് പഠിച്ചു വെക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കൂട്ടോ. വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഓഷ്യൻ പൊല്യൂഷൻ എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞേ, നമുക്ക് പ്ലാന്റ്സ് ഓക്സിജനും അതുപോലെ തന്നെ എന്താ പറയുക ഫുഡും മാത്രമാണോ തരുന്നത്? പ്ലാന്റ്സ് നമുക്ക് വേറെയും കുറേ സംഭവങ്ങൾ തരുന്നില്ലേ? അതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് റബ്ബർ എടുക്കുന്നത് എവിടെ നിന്നാണ്? റബ്ബർ മരത്തു നിന്നാണ്, അത് നമുക്കറിയാം. അപ്പോൾ അത് നമ്മുടെ പ്ലാന്റ് തരുന്നതല്ലേ? അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാന്റ്സിന് ഉപയോഗിക്കും അല്ലേ? പിന്നെ അതുപോലെ സ്പൈസസ്, മസാലപ്പൊടി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെ ഉപയോഗിക്കുന്നത്? നമ്മൾ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ ബയോ പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പെസ്റ്റിസൈഡുകൾ എന്ന് വെച്ചാൽ കീടങ്ങളല്ലേ? നമ്മുടെ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന കീടങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി തന്നെ ഒരുപാട് സംഭവങ്ങൾ പ്ലാന്റ്സിൽ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് തരുന്നു. അതുപോലെ തന്നെ നമുക്ക് കോഫിക്കും ചായക്കും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പ്ലാന്റ്സിൽ നിന്നാണ്. അതൊക്കെ നമുക്ക് പ്ലാന്റ്സ് ആണ് തരുന്നത്. അപ്പം ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ കണ്ടോ, വാട്ട് ആർ ദി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇതൊക്കെ എഴുതണം. എന്തൊക്കെ എഴുതും നിങ്ങൾ? റബ്ബർ ലാറ്റക്സ്, റബ്ബർ, മെഡിസിൻസ്, ബയോപെസ്റ്റിസൈഡ്സ്, സ്പൈസസ്, ഡ്രിങ്ക്സ് ലൈക്ക് കോഫി ആൻഡ് ടീ. അങ്ങനെ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? വാട്ട് ആർ ദി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ടതൊക്കെ മനസ്സിലായി. നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മാംഗ്രൂവ്സ് എവിടെയാണ് കാണാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കടലും കായലും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കാണപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് മാംഗ്രൂവ്സ് കാണാൻ പറ്റുക. കേരളത്തിൽ 43 തരത്തിലുള്ള പ്ലാന്റ്സ്, 43 സ്പീഷീസിൽ പെടുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഈ പറഞ്ഞ മാംഗ്രൂവ്സിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളിതൊന്നും പഠിച്ചു വെക്കണ്ട, എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. 1975 70,000 ഹെക്ടേഴ്സ് കണക്കിന് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ മാംഗ്രൂവ്സ് ഉണ്ടായിരുന്നു. അത്രയും അധികം മാംഗ്രൂവ്സ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താ പറയുക, 98%, അതിൻ്റെ 98% അത് നശിച്ചു പോയി മാംഗ്രൂവ്സ്. ഇപ്പൊന്നും എന്താ പറയുക, ആകെ കുറച്ചേ മാംഗ്രൂവ്സ് ഉള്ളൂ. മുമ്പ് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. മാംഗ്രൂവ്സ് അങ്ങനെ ചെറിയ നിസ്സാരക്കാരനൊന്നല്ല, ആൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇനി സപ്പോസ് ഒരു സുനാമി വന്നു വിചാരിക്കുക. സുനാമി വന്നാൽ അതിൻ്റെ ശക്തി കുറയ്ക്കാനും അതുപോലെ അത് പിടിച്ചു നിർത്താനും, ഫുൾ പിടിച്ചു നിർത്തില്ല, അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാനൊക്കെ നമ്മുടെ ഈ മാംഗ്രൂവ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സുനാമി പ്രിവെൻറ്റ് ചെയ്യാൻ ഈ മാംഗ്രൂവ്സിന് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റല്ലേ, ഇപ്പോൾ മാംഗ്രൂവ്സ് നല്ലതല്ലേ? യെസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കാടുകളിൽ കാണുന്ന മരങ്ങളെ പോലെയല്ല മാംഗ്രൂവ്സ്. ഈ അവിടെ കാണുന്ന മരത്തേക്കാളും 4 മുതൽ 5 മടങ്ങ് വരെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മാംഗ്രൂവ്സിലെ മരങ്ങൾക്കുണ്ട്. അപ്പം സാധാരണ ഫോറസ്റ്റിലെ ട്രീസിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണല്ലേ മാംഗ്രൂവ്സിലെ ട്രീസ്? യെസ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഈ തീരദേശങ്ങളിലെ മണൽ സംരക്ഷിക്കാൻ നമ്മുടെ ഈ മാംഗ്രൂവ്സിന് പറ്റും. അതവിടെ തടഞ്ഞു നിർത്തൂലേ ഈ മണ്ണിനെ. അപ്പോൾ അതൊരു മൂന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് പഠിക്കാം. നാലാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാം, ഈ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ വൈവിധ്യങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, വെറൈറ്റി ഓഫ് ആനിമൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ മാംഗ്രൂവ്സിൽ കാണാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയാം, ഈ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് എന്ന് വെച്ചാൽ ഈ മാംഗ്രൂവ്സിന് താഴെ കണ്ടില്ലേ ഈ ഫിഗറിൽ നിങ്ങൾ? അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് മീനുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് മീനുകളെ പിടിക്കാം, അങ്ങനെ നമ്മുടെ മത്സ്യ സ്രോതസ് വർദ്ധിപ്പിക്കാം. അങ്ങനെയൊക്കെ മാംഗ്രൂവ്സിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. അപ്പോൾ അതങ്ങനെ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ നല്ലതാണോ? അല്ല അല്ലേ? അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ചാപ്റ്റർ നല്ല അടിപൊളി ചാപ്റ്റർ ആയിരുന്നു അല്ലേ? നന്നായി പഠിച്ച് പോകണം കേട്ടോ, നന്നായി പഠിക്കണം. സെക്കൻഡ് ചാപ്റ്ററൊക്കെ പെട്ടെന്ന് ഞാൻ എടുക്കാം. അപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് അവസാനിപ്പിച്ചിട്ട് ഞാൻ ബാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാൻ. നമ്മുടെ ചാപ്റ്റർ ഇവിടം വരെയാണ് ഉള്ളത്. ബാക്കി ജസ്റ്റ് ഒരു സബ് ടോപ്പിക്സ് ആയിട്ട് സെമിനാറും പ്ലാൻസിനെ പറ്റിയുള്ള സെമിനാറൊക്കെയാണ്. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. സ്കൂളിൽ വർക്ക് തന്നിട്ടുണ്ടാവില്ല സെമിനാർ, ചിലപ്പം മേ ബി അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സബ് ടോപ്പിക്സ് ആണ്, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടം കൊണ്ട് അവസാനിച്ചു. എല്ലാവരും പഠിക്കുക നന്നായിട്ട്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ.